സേനാപതി വേണു, അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിനൊരു പങ്കാളിത്തവുമില്ല, അതൊരു സ്വതന്ത്ര ബോഡിയാണ് എന്ന് പറഞ്ഞൊഴിയാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫയലും കാണുന്നില്ല, ഒരു ഫയലിലും ഒപ്പിടുന്നില്ല, ഇതൊക്കെ പറഞ്ഞൊഴിയാം. അതുതന്നെയാണല്ലോ മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും പറയുന്നത്. അതുകൊണ്ട് പത്മകുമാർ അധ്യക്ഷനായ ബോർഡിൻ്റെ മുകളിലാണ് ഈ ഉത്തരവാദിത്വം മുഴുവനും. പക്ഷേ ആർക്കും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ശബരിമല സന്നിധാനത്ത് നടക്കുമോ? അത്ര രഹസ്യമായല്ല ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ്. ആ ഒരു ചെയിനിൽ ആ കണ്ണിയിൽ ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ മന്ത്രി അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. 2019 ഈ 3 കൊള്ളയും നടന്നപ്പോൾ അവിടെ നിന്ന് സ്വർണ്ണ കതക് അത് പോയപ്പോഴും, കട്ടിളപ്പാളി പോയപ്പോഴും, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പോയപ്പോഴും ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒറ്റയാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അല്ല മഞ്ജുഷ്, ഇതില് നമ്മളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് വളരെ എളുപ്പമാണ്. ആ നറേറ്റീവിന്റെ ഭാഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത്. ഇത് ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ് എന്നുള്ളതിനപ്പുറം ഒരുപക്ഷെ ഒരു മന്ത്രി, ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് ദേവസ്വം ബോർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദൈനംദിന പ്രവൃത്തികളിൽ ഇടപെടുന്നതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞു വെക്കുകയും അധികാരമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഈ വിഷയം ഈ സമയത്തൊക്കെ ഉറങ്ങുകയായിരുന്നോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡുകളുടെ മേൽ ദൈനംദിന പ്രവൃത്തികളുടെ നിയന്ത്രണാധികാരം മന്ത്രിക്കില്ല എന്നുള്ളത് സാമാന്യ നീതിയുടെ സാങ്കേതികത്വം മാത്രമാണ്. സാമാന്യ നീതിയുടെ സാങ്കേതികത്വം എന്ന് പറയാം. ആ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി കടകംപള്ളി സുരേന്ദ്രന് രക്ഷപ്പെടാനും പറ്റും. അല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ അല്ല, എന്റെ പക്ഷവും CPIM എടുത്തിട്ടുള്ള നിലപാടും ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടും ഒരേ നിലപാട് തന്നെയാണ്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPIM-നുള്ളത്. ശബരിമല അയ്യപ്പന്റെ ഒരു തരി മണൽ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ചെത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൂടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ശരിയാണ് ഭാസ്കർ, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൈവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. അല്ല, സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്നും നടക്കില്ല. ഈ ചോദ്യം ചെയ്യലിലെല്ലാം അവസാനിക്കും. അങ്ങനെയല്ലേ ഒരു കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും അല്ല, കോടതിയുടെ സ്റ്റാൻഡ് ശരിയാണ്. കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ രാഹുൽ, അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ കോടതിയുടെ വിമർശനം കേട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് പോകുന്നതെങ്കിലോ? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത്? കോടതി പിന്നീട് ഇടപെടുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. അത് സാരമില്ല എന്നുള്ള മട്ടിലാണ് അന്വേഷണം പോകുന്നതെങ്കിലോ? അല്ല മഞ്ജുഷി, 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ ED അടക്കമുള്ള ബാക്കി ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനമെടുക്കും. ഇനി 2 കാര്യങ്ങൾ, ശ്രീ കടകംപള്ളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടതുണ്ട്. 9ഓളം ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഇനി കടകംപള്ളി സാറിനെ കുറിച്ച് 2 നല്ല പോസിറ്റീവ് കാര്യങ്ങളോട് പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും ആക്ടിവിസ്റ്റുകളെ കേറ്റണ്ട എന്ന് പറയുകയും കുറച്ചെങ്കിലും വിശ്വാസികളോട് അനുഭാവം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് നമ്മൾ മറക്കരുത്. മറുഭാഗത്ത് ശ്രീ പിണറായി വിജയൻ അവർ അതിശക്തമായി വിശ്വാസികളെ വേട്ടയാടണമെന്ന നിലപാടെടുത്തപ്പോഴും ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭേദം ഉണ്ടാക്കിയതിന് AKG സെന്ററിൽ വിളിച്ച് ചീത്ത കേട്ടൊരു വ്യക്തിയാണ്. 2, നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ വന്ന് ശബരിമലയിൽ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച, ആർജവം കാണിച്ച വ്യക്തിയാണ്. അപ്പൊ നല്ലതിനെ നല്ലതെന്ന് പറയണം. ഇന്നുപോലും പല ആൾക്കാർക്കും വിധിന്യായം തെറ്റാന്ന് പറയാൻ പേടിയാ. വിശ്വാസികളെ വ്രണപ്പെടുത്തേണ്ടതൊക്കെ അവിടെ ഇവിടെയും തുടയാൻ സംസാരിക്കും. സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ്. ഇത് പോസിറ്റീവാണ്. പക്ഷെ എന്നാൽ വേണ്ട രീതിയിൽ അദ്ദേഹം ജാഗ്രത കാണിച്ചില്ല. ശ്രീ ഹസ്കർ സാർ പറയുന്ന ഒരു കാര്യം ടെക്നിക്കലി കറക്റ്റ് ആണ്. അതായത് ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവൺമെന്റൽ ബോഡിയാണ്. ദേവസ്വം ബോർഡിന് അതിൻ്റെതായ റൈറ്റ് ഉണ്ട്. ദേവസ്വം മന്ത്രിയുടെ താഴെയല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടെക്നിക്കലി വരുന്നത്. ശ്രീ G സുധാകരൻ സാറിന്റെ കാലത്ത് ഇത് കുറെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനരാജശേഖരൻ അടക്കം അത് പാടില്ല എന്നൊരു നിലപാടെടുക്കുകയും, കാര്യം ഇത് വീണ്ടും ഒരു ഗവൺമെന്റ് മാത്രമായി പോകും എന്നൊരു നിലപാടെടുക്കുകയും കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലി, പടംവലി നടക്കുകയും ഞാൻ പറയട്ടെ,
ഔദ്യോഗികമായിട്ട് അങ്ങനെയാണ്. സാങ്കേതികത്വമാണ് അവിടെ. വാക്കാൽ ഒരു നിർദ്ദേശം കൊടുക്കുവാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ശ്രീ രാഹുൽ. അതൊന്നും കൊടുക്കില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അങ്ങനെയല്ല, നമുക്കറിയില്ല ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞ ശ്രീ മഞ്ജുഷി ഈ വിധിന്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കാണും. മീഡിയ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോടതി ഒരു വാക്ക് പറയുന്നുണ്ട്, ഇത് സെൻസേഷണലൈസ് നമ്മൾ ചെയ്യരുത് എന്ന്. കാര്യം കോടതി എന്നിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പേരുടെ പേരുകൾ വരുന്നുണ്ട്. ഇത് കോടതി എഴുതിപ്പെട്ട വിധിന്യായം പറയുന്നത്. നമ്മൾ സെൻസേഷണൽ ചെയ്യരുത്. അക്യൂസ്ഡിനും അവരുടേതായ റൈറ്റ് ടു പ്രിവസി ഉണ്ട്. അവരുടേതായ ജീവിതങ്ങൾ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കൊരർത്ഥത്തിൽ ശ്രീ കടകംപള്ളി പറയുന്ന കേട്ടപ്പോൾ വിഷമം തോന്നി. എന്നെ സ്വർണ്ണക്കള്ളെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും തെറ്റായിട്ട് അക്യൂസ്ഡായ നമുക്ക് വേദന വരില്ലേ? അതുകൊണ്ട് ഇതിന്റെ സത്യം നമ്മൾ അറിയണം. അത് നമ്മൾ ആരും പേടിക്കണ്ട, സത്യം നമ്മൾ അറിയും. കാര്യം ഇതിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ, ഇപ്പൊ ജസ്റ്റിസ് ബദറുദ്ദീൻ സാറും അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അതിനെയാണ് മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത്. അതായത് മുഖ്യമന്ത്രി കുറച്ച് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചോദിച്ചത് വേറെ ബെഞ്ചാണല്ലോ പറഞ്ഞതെന്നാണ് ദുസ്സൂചന വെച്ച് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പരിഗണിക്കുന്ന രാജാ വിജയരാഘവന്റെയും ജയകുമാർ സാറിന്റെയും ബെഞ്ചല്ലല്ലോ ബദറുദ്ദീൻ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും രൂക്ഷമായി പറഞ്ഞ എന്തിനാണെന്നുള്ളതാണ് ഭംഗ്യന്തരേണ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഒരു യൂണിറ്റ് ആണ്, ഒരു ലീഗൽ യൂണിറ്റ് ആണ്. ജാമ്യത്തിന്റെ അടക്കം വരുമ്പോൾ കോടതിയുടെ വാക്കുകളെ ആ ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമുക്കിതിലെ ഇൻഫർമേഷൻ കോടതികൾ പറയുന്നതാണ്. ആ കോടതികൾ പറയുന്ന ഇൻഫർമേഷൻ കാര്യമായിട്ടെടുത്ത് അതിന്റെ മേലിൽ നമ്മൾ കേസ് ബിൽഡ് ചെയ്ത് ഇതിൽ തെറ്റുകാരുണ്ടെങ്കിൽ, കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ നമ്മുടെ പുറത്തു കൊണ്ടുവരണം. ഇനി ഏറ്റവും പ്രധാനം, ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ശബരിമലയിലെ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? അത് തിരിച്ചെടുക്കണം. ഇനിയും പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വേണം, പ്രൊട്ടക്ഷൻ വേണം. ഇനി ഏറ്റവും വലിയ കൗതുകം, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ കള്ളം പറയാനുള്ളതിന്റെ സാധ്യത. ഓൾറെഡി ഇവർ ഈ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന ചോദ്യം മറയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഞങ്ങൾ ആ സ്വർണ്ണം ഉരുക്കി, ചെമ്പ് ചീത്തയായി, ബാക്കി സ്വർണം കൈവച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ സത്യം നമുക്കറിയണം. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായത് ഒരർത്ഥത്തിൽ ഇഡിയും CBI ഒക്കെ വരികയാണെങ്കിൽ, ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം വരികയാണെങ്കിൽ ഒരർത്ഥത്തിൽ നല്ലതാ. ഈ വ്യത്യസ്ത ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ കള്ളത്തരത്തിൽ മറച്ചു വെക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അവിടെയാണ് SIT ആദ്യ ഘട്ടത്തിൽ നന്നായി അന്വേഷിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ രണ്ടാം ഘട്ടം വന്നപ്പോൾ, October 4-5 വന്നപ്പം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പം ഒരു മെല്ലെപ്പോക്ക് നയത്തിലേക്ക് പോയി. അവിടെയാണ് വളരെ വ്യക്തമായി ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയണം. ഏറ്റവും പ്രധാനം, ഇത് മറച്ചു വിറ്റോ മുറിച്ചു വിറ്റോ കോടിക്കണക്കിന് രൂപ ഇതിൽ ഡീലുകൾ ഉണ്ടായോ? ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഒരു 500 കോടിയുടെ ഡീലിന്റെ അതിനെപ്പറ്റിയുള്ള അന്വേഷണം എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഹൈക്കോടതിയാണ് ആ സംശയം ആദ്യം ഉന്നയിച്ചിരുന്നത്. ഇതിനൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടോ എന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഇല്ല എന്നുകൂടി കണക്കാക്കേണ്ടതല്ലേ? ശരിക്കും മുൻ മന്ത്രിയെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, നിസാരക്കാരനല്ല കടകംപള്ളി സുരേന്ദ്രൻ. ഞങ്ങളൊക്കെ തുടക്കം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണല്ലോ ഇത്. ഇതിന്റെ അന്വേഷണം മന്ത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലായിരുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഹസ്കർ എന്തു പറഞ്ഞാലും, ദേവസ്വത്തിന്റെ നിയമത്തിനെ പറ്റി അദ്ദേഹം എന്തു പറഞ്ഞാലും, ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് CPM-ന്റെ നിയന്ത്രണത്തിലാണ് എന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിയും AKG സെന്ററും അറിയാതെ ദേവസ്വം ബോർഡിനകത്ത് ഒരു ഈച്ച പോലും പറക്കുകയില്ല എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്. ഈ ഹസ്കർ എന്ന് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഇദ്ദേഹം ദേവസ്വം സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പോലും മനപ്രയാസം ഉണ്ടായി എന്ന് പറയുന്ന സാഹചര്യം കേട്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു അർഹതയൊന്നും അദ്ദേഹത്തിനില്ല. മണിച്ചന്റെ ഡയറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള സല്ലാപത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കളങ്കിത വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം, ഈ മന്ത്രി, ദേവസ്വം മന്ത്രിയായിരുന്ന സുരേന്ദ്രൻ കളങ്കിത